ഋഷഭ നന്ദകിഷോർ സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം, മോഹൻലാൽ നായകനായ ചിത്രം. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഇടണമെന്ന് വിചാരിച്ചാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ റിവ്യൂ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഇടണ്ട എന്ന് വിചാരിച്ചാണ്. ഫസ്റ്റ് ഹാഫ് ഒന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് അതിനകത്ത് ഇന്റർവൽ പഞ്ചിൽ ഒന്ന് കൊണ്ട് നിർത്തിയപ്പോൾ എന്നാ പിന്നെ അതിനുശേഷം ഇടാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇതൊരു ഫുൾ റിവ്യൂ ആണ്. സിനിമ കണ്ടതിന് ശേഷമുള്ള ഫുൾ റിവ്യൂ ആണ്. കഴിഞ്ഞ വർഷം മോഹൻലാലിന്റെ ക്രിസ്മസിന് ഇറങ്ങിയ സിനിമ ബറോസ് ആണ്. മോഹൻലാലിനെ ഡയറക്ട് ചെയ്ത സിനിമയാണ്. നമുക്കൊക്കെ പ്രതീക്ഷ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം മോഹൻലാൽ തൂക്കിയ വർഷമാണ് 2025. കാരണം എമ്പുരാനാണെങ്കിലും തുടരുവാണെങ്കിലും ഹൃദയപൂർവ്വമാണെങ്കിലും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏത് ഹേറ്റേഴ്സും പറയും മോഹൻലാൽ തൂക്കിയ വർഷം 2025 മോഹൻലാലിന്റെ വർഷം തന്നെയാണ്. പക്ഷെ ഈ കണ്ണപ്പ പോലുള്ള സിനിമകളിൽ, ഈ ഇങ്ങനെയുള്ള സിനിമകളിൽ മോഹൻലാൽ ഋഷഭ് പോലുള്ള സിനിമ മോഹൻലാൽ ദേവി ചെയ്ത് ഇങ്ങനെയുള്ള മഹാനടന്മാർ പോയി അഭിനയിക്കരുതെന്നുള്ളതാണ്. കാരണം ബന്ധങ്ങളുടെ പേരിലായിരിക്കും. ബാലാജി ഫിലിംസും അല്ലെങ്കിൽ ഏക്താ കപൂറിന്റെ എല്ലാവരുടെ ബന്ധങ്ങളൊക്കെ വെച്ച് പയ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കട്ട കൂതറ എന്ന് പറഞ്ഞ കൂതറ സിനിമ. VFX എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെക്കാട്ടി നമ്മുടെ കണ്ടത്തിലെ പിള്ളേര് നല്ല വൃത്തിയായിട്ട് AI ചെയ്ത് വെക്കും. നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഒറിജിനലെ വില്ലുന്ന AI ഉള്ള സമയമാണ്. അതുപോലെ നല്ല പൈസ മുടക്കിയിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. പക്ഷെ ഒരു രീതിയിലും നമ്മളെ ഇമോഷണൽ ആക്കുന്നത് മാത്രമല്ല, നാടകീയമായ ഡയലോഗുകള് എല്ലാം കൊണ്ടും പല രീതിയിലും വെറുപ്പിച്ച്. രണ്ട് ജനറേഷൻ തമ്മിലുള്ള പുനർജന്മം, ഇങ്ങനെയുള്ള ജനറേഷൻ തമ്മിലുള്ള പടമാണ്. അതിന്റെ കഥയാണ്. ഒരു സ്പോയിലർ ഒന്നും ഇല്ല ഇതിനകത്ത്. ഹെവി ആയിട്ടൊക്കെ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സ്റ്റണ്ടുകളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇതൊന്നും ഒരു രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മോഹൻലാലിനെ സംബന്ധിച്ചോളം മോഹൻലാല് ഈ സിനിമയിൽ എനിക്ക് വേറൊരു മോശം തോന്നിയത്, ഇപ്പം OG മോഹൻലാൽ ഗോഡ് ഓഫ് ആക്ടിങ്. നമുക്കറിയാം മോഹൻലാൽ അഭിനയത്തിന്റെ ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ഗംഭീര നടനാണ്. പക്ഷെ ഇങ്ങനൊന്നും അതിന്റെയൊക്കെ തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു, അങ്ങനെയൊക്കെ എഴുതി കാണിച്ചു. പക്ഷെ ഇങ്ങനൊന്നും ക്യാപ്ഷൻ കൊടുത്ത് വെറുപ്പിക്കുന്നതും മോഹൻലാൽ തന്നെ പറഞ്ഞു നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതും വെറുപ്പീറ്റായി തുടങ്ങി. എന്തായാലും ഈ സിനിമ കണ്ടു തീരുമ്പോൾ ഒരു ബറോസ് എങ്ങനായിരുന്നോ അതിന്റെ അല്ലെങ്കിൽ കണ്ണപ്പ വേറെ ഇതായിരുന്നു, അതിന്റെ ഒരു വേറെ റൈറ്റായിട്ട് മാറും. ഒന്നും തന്നെ മോഹൻലാലിന് ചെയ്യാനില്ല. ആ നടനാണെങ്കിൽ വെറുപ്പിച്ച് കൊളവാക്കി. എന്തെങ്കിലും മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ഒരു സീനെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാലായിരിക്കും. പക്ഷെ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കാട്ടാപരാധമായി പോയത്. 2 മണിക്കൂറേ ഉള്ളൂ, 2 മണിക്കൂർ 20 ഉള്ളൂ പടം. പക്ഷെ 2 മണിക്കൂർ നമുക്ക് 20 മണിക്കൂർ ഫീൽ ചെയ്യും. അത്രയ്ക്ക് മോശം സിനിമ. ഈ സിനിമ ഒരിക്കലും OTT പോലും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല.